ഒരു കണക്കുണ്ടല്ലോ, അത് സഭയിൽ തന്നെ പറഞ്ഞിട്ടുള്ള കണക്കാണ്. 87,500 കോടി രൂപയുടെ മൂലധന നിക്ഷേപമാണ് കിഫ്ബി നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ 8 വർഷമായിട്ട്. ഏതാണ്ട് ഒരു 10,000 കോടി ആവറേജ് നമുക്ക് എടുക്കാൻ പറ്റും. 87,500 കോടിയുടെ നിക്ഷേപത്തിന്റെ ആനുകൂല്യങ്ങൾ അനുഭവിച്ചത് ആരാണെന്നറിയാവോ? രാജ്യത്തെ ഈ സംസ്ഥാനത്ത് 140 MLA-മാരുമാണ്. നമ്മളത് മനസ്സിലാക്കണം. 140 MLA-മാരുടെയും മണ്ഡലങ്ങളിലേക്ക് കിഫ്ബിയുടെ പദ്ധതികൾ പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 2017 ഈ പറയുന്ന കിഫ്ബിയുടെ പ്രഖ്യാപനം ധനമന്ത്രി തോമസ് ഐസക് നടത്തുമ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യം അറിയാമോ? മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സഭയിൽ പറഞ്ഞതാണ് കേട്ടോ. ഈ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലം എന്ന് പറയുന്ന ഹരിപ്പാടാണ്. ഞാൻ വരുന്ന നാടാണ്, ആലപ്പുഴക്കാരനാണ് ഞാൻ. ആലപ്പുഴയിൽ ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്നാണ് രമേശ് ചെന്നിത്തല വരുന്നത്. ഈ കിഫ്ബിയുടെ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട്, കിഫ്ബിയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ ഉണ്ടായിട്ടൊരു കാര്യം എന്താ അറിയോ? വലിയഴിക്കൽ പാലമാണ്. വലിയഴിക്കൽ പാലം എന്ന് പറഞ്ഞാൽ ആറാട്ടുപുഴയിൽ നിന്ന് കരുനാഗപ്പള്ളി വരെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. എത്ര ഇൻവെസ്റ്റ്മെന്റ് എന്നറിയാമോ? 124 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റാണ്. ആലപ്പുഴ കൊല്ലം കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വലിയഴിക്കൽ പാലത്തിൻ്റെ കൂടെയാണ്. അപ്പം അതൊരു ചെറിയ കാര്യമാണോ? PK ബഷീർ, മുസ്ലിം ലീഗിൻ്റെ MLA, നിയമസഭയിൽ പറഞ്ഞ എന്താണെന്നറിയോ? എൻ്റെ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ വന്നിട്ടുള്ളത് എന്നാണ്. ഇവിടെ ഈ പറയുന്ന കിഫ്ബി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ റോഡ് മാത്രമാണ് നമ്മൾ കാണുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. ആശുപത്രികൾ, സ്കൂളുകൾ ചെറിയ നിക്ഷേപമല്ല. നമ്മളിരിക്കുന്ന ഈ കൊച്ചിയിലെ ക്യാൻസർ സെന്റർ കിഫ്ബി പദ്ധതിയാണ്.